ഹലോ. അപ്പോൾ ഇന്ന് ചക്കക്കഥ ആയാലോ? അച്ഛനാണെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മോർണിംഗ് റുട്ടീനാണ് കേട്ടോ. അച്ഛൻ ലീവ് ഉള്ളപ്പോൾ ഈ ചക്ക കൊയ്യുന്നത്. ഇനിയിപ്പോൾ പണിയില്ലെങ്കിലും ഈ ചക്കയും കൊയ്യുന്നത് നേരെ പറമ്പിലേക്കാണ് പോവുക. പറമ്പിൽ എന്തെങ്കിലുമൊക്കെ പണിയായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ വേഗം എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കിയേ. അപ്പോൾ ഇവിടെ ഒരു 10-11 മണിയാകുമ്പം ചക്കയും ചായയും നിർബന്ധമാണ്. ഈ ഒരു ഭാഗത്ത് എല്ലാ വീടുകളിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഞങ്ങൾക്കൊക്കെ എൻ്റെ വീട്ടിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്ക പുഴുങ്ങുന്നതൊക്കെ ബിരിയാണി ഉണ്ടാക്കും പോലെയാണ്. ബിരിയാണി ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഉപ്പേരി ഉണ്ടാക്കും പോലെ നിഷ്പ്രയാസം ചക്ക പുഴുങ്ങൽ കഴിയേ. അപ്പോൾ എനിക്ക് പണ്ടത്തെ കുറേ മെമ്മറീസൊക്കെ വന്നു കേട്ടോ ഈ ചക്ക കണ്ടപ്പം. കാരണം ഞങ്ങൾ കൊറോണ ടൈമിൽ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് വീട്ടിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ അമ്മ ചക്കയൊക്കെ പുഴുങ്ങി രണ്ടായിട്ട് കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. കുറേ മുട്ടയൊക്കെ അതിലിങ്ങനെ പുഴുങ്ങി വെക്കുമായിരുന്നേ. പിന്നെ ചമ്മന്തി, അച്ചാർ എല്ലാം കൂടെ പുഴുങ്ങി ഇലയിൽ സെറ്റാക്കി കൊടുത്ത് വിടുന്ന അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. ഇപ്പം എപ്പോഴും കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പണ്ട് എല്ലാവരും ഒഴിവുള്ള സമയത്ത് അച്ഛൻ്റെ പുറകെ നടന്നിട്ട് അച്ഛനെ കൊണ്ട് ഞങ്ങളിങ്ങനെ ചക്ക കൊയ്യിപ്പിക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് അരിഞ്ഞിട്ട് വലിയൊരു ചെമ്പിൽ പുഴുങ്ങും. വല്ലപ്പോഴും പുഴുങ്ങുന്നതുകൊണ്ട് തന്നെ അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ ഒരു രസം തന്നെയായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് എല്ലാ വീഡിയോസിലും ഞാൻ ഓരോ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പം എൻ്റെ വീട്ടിലെ മെമ്മറീസും പറയാറുണ്ട്. അതൊക്കെ ഇനി അങ്ങനെ അച്ഛൻ്റെ ഒപ്പമുള്ള മെമ്മറീസ് ഒന്നും തിരിച്ച് കിട്ടാത്തതുകൊണ്ടാവും കേട്ടോ എനിക്ക് എന്ത് ചെയ്യുമ്പോഴും അത് തന്നെ ഓർമ്മ വരുന്നത്.